കായംകുളം മണ്ഡലത്തിൽ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി 9.94 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച 23 റോഡുകളുടെ ഉദ്ഘാടനം നടത്തി. യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നിയോജക മണ്ഡലത്തിൽ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി കായംകുളം നഗരസഭാ പ്രദേശത്തെ വിവിധ വാർഡുകളിൽ 9.94 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച 23 റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വികസനം മാത്രമാണ് ഞാൻ ലക്ഷ്യം വെച്ചത്. ഉദ്ഘാടനം കൂടുതൽ ഞാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് മോഹൻദാസേട്ടൊക്കെ പലപ്പോഴും എന്നോട് പരാതി പറയാറുണ്ടല്ലേ, ഉദ്ഘാടനം കൂടി വെക്കണം. അത് വെക്കുന്നതിൽ ഒരു പോരായ്മ തീർച്ചയായിട്ടും ഉദ്ഘാടനം വെക്കുന്നതിൽ ഒരു പോരായ്മ വന്നിട്ടുണ്ട്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ 2016 മുതൽ ഇന്ന് ഈ 2025 നമ്മൾ എത്തി നിൽക്കുന്ന ജൂൺ 12 വരെ നോക്കുമ്പോൾ ഒട്ടേറെ കെട്ടിടങ്ങൾ, ഒട്ടേറെ സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി, അതുപോലെ തന്നെ തിയേറ്റർ മാത്രമാണ് ഞങ്ങൾക്കൊരു ചെറിയ പ്രയാസമായിട്ട് നിൽക്കുന്നത്. ആശുപത്രി നമുക്ക് ശരിക്കും ഒരു ലോട്ടറി അടിച്ച പോലെയുള്ള വലിയ വികസനമാണ് ആശുപത്രി. ഏകദേശം 62 കോടിയാണ് ആശുപത്രിയുടെ വികസനം. അതിന് 48 കോടിയുടെ ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ പണിയുന്നത്. ഇനി ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് അകത്തെ എല്ലാ ഉപകരണങ്ങളോടും കൂടി ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടായിരിക്കും പണിയുന്നത്. 23 റോഡെന്ന് പറയുമ്പോൾ 23 റോഡ് മാത്രമല്ല, ഇനിയും ധാരാളം റോഡുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്താനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 23 റോഡുകളാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഇടശ്ശേരി ജംഗ്ഷൻ പിച്ചിനാട്ട് റോഡ്, കൊല്ലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡ്, അതുപോലെ തന്നെ മണ്ണമ്പള്ളി റോഡ്, കൊല്ലപ്പറമ്പിൽ കിണർമുക്ക് റോഡ്, കുഴിക്കാല കൊളഭാഗത്ത് റോഡ്, കോയിപ്പള്ളി കാരായ്മ ഹൈസ്കൂൾ ഗുരുമന്ദിരം റോഡ്, കറക ജംഗ്ഷൻ കാവുംപുറത്ത് റോഡ്, CSI ചർച്ച് റോഡ്, തെന്നാട് വളരെ ബുദ്ധിമുട്ടുള്ള റോഡായിരുന്നല്ലേ തെന്നാട് നടാളിക്കൽ റോഡ്. ഒട്ടേറെ പരാതിയും പ്രയാസങ്ങളിലൂടെയൊക്കെ പോയതാണ് തെന്നാട് നടാളിക്കൽ റോഡ്, കുന്നത്ത് കോയിക്കൽ റോഡ്, പ്ലാക്കാട്ട് പുള്ളിക്കണക്ക് ഗവൺമെൻറ് UPS റോഡ്, നരിക്കാവ് റോഡ്, ഇല്ലിക്കുളം ചെന്തിട്ട് റോഡ്. ഈ റോഡുകളാണ് നമുക്ക് ഇപ്പോൾ ജനങ്ങൾക്കായിട്ട് ഔദ്യോഗികമായിട്ട് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഷഹീദാർ പള്ളി ടെക്സ്മോ, ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് തികഞ്ഞ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ നമ്മുടെ കായംകുളം KSRTCയുടെ ഭരണാനുമതി ഔദ്യോഗികമായിട്ട് ഒപ്പിട്ട് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി സോയിൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നു. സോയിൽ ടെസ്റ്റിനുള്ള ടെൻഡർ ഇന്ന് ചീഫ് എഞ്ചിനീയറുടെ കയ്യിലുണ്ട്. ഞാൻ രാവിലെ ചീഫ് എഞ്ചിനീയറെ വിളിച്ചു. ഏറ്റവും വേഗത്തിൽ സോയിൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് TSI ടെൻഡറിലേക്ക് പോകാം. ഒരു ജൂലൈ ഓഗസ്റ്റിലെങ്കിലും നമുക്ക് KSRTC നിർമ്മാണം തുടങ്ങുന്ന ശുഭകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് വന്നത്. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അധ്യക്ഷയായി. MLAയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും 196.50 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കായംകുളം നഗരസഭ വാർഡ് 1 ചെട്ടിയത്ത് ചേലിക്കുളങ്ങര റോഡ്, ചേലിക്കുളങ്ങര പറയണ്ടതറ റോഡ്, വാർഡ് 18 ഐക്കര ജംഗ്ഷൻ റോഡ് ഇന്റർലോക്ക് പാകൽ, വാർഡ് 31 നാടിയൻ പറമ്പിൽ കൊച്ചുകിട്ടൻ റോഡ്, വാർഡ് 33 കൃഷ്ണൻ വൈദ്യൻ റോഡ് ഇന്റർലോക്ക് പാകൽ, വാർഡ് 42 ഞാവക്കാട് പുത്തൻ വീട്ടിൽ ജംഗ്ഷൻ റോഡ്, വാർഡ് 2 PH ജാഫർകുട്ടി റോഡ് ഇന്റർലോക്ക് പാകൽ, വാർഡ് 5 ചെമ്പകപ്പള്ളി നൈനാരേത്ത് റോഡ്, വാർഡ് 4 ഷഹിദാർ പള്ളി കൂട്ടേത്തറ റോഡ്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 498 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ടെക്സ്മോ ജംഗ്ഷൻ ഷഹീദാർ പള്ളി റോഡ്. സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി 299.32 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച നഗരസഭാ വാർഡ് 31, 32 CSI ചർച്ച് റോഡ്, വാർഡ് 25, 26 ഇല്ലിക്കുളം ചെന്തിട്ട് റോഡ്, വാർഡ് 23, 28 കുന്നത്തുകോയിക്കൽ പ്ലാക്കാട് റോഡ്, വാർഡ് 22, 25 നരിക്കാവിൽ റോഡ്, വാർഡ് 23, 28 പ്ലാക്കാട്ട് പുള്ളിക്കണക്ക് LP സ്കൂൾ റോഡ്, വാർഡ് 15, 20 തെന്നാട്ട് നാടാലക്കൽ റോഡ്, വാർഡ് 44 കറുക ജംഗ്ഷൻ കാവുംപുറത്ത് റോഡ്, വാർഡ് 16, 17 കൊല്ലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡ്, വാർഡ് 18 കൊയ്പ്പള്ളി കാരായ്മ ഹൈസ്കൂൾ ഗുരുമന്ദിരം റോഡ്, വാർഡ് 19 കുഴിക്കാല കോളഭാഗത്ത് റോഡ്, കണ്ണൂരിൽ മാണ്ണമ്പള്ളിൽ റോഡ്, വാർഡ് 6 കൊല്ലംപറമ്പിൽ കിണറുമുക്ക് റോഡ്, വാർഡ് 2 ഇടശ്ശേരി ജംഗ്ഷൻ പിച്ചനാട് റോഡ് എന്നിവയുടെ പൂർത്തീകരണ ഉദ്ഘാടനമാണ് നടത്തിയത്. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ J. ആദർശ്, സ്ഥിരസമിതി അധ്യക്ഷരായ PS സുൽഫിക്കർ, മായാദേവി S, കേശുനാഥ്, ഷാമില അനിമോൻ, നഗരസഭാ കൗൺസിലർമാരായ നാദിർഷ ചെട്ടിയത്ത്, ഷാമില സിയാദ്, രാജശ്രീ കമ്മത്ത്, ലേഖ മുരളീധരൻ, R. ബിജു, ഗംഗാദേവി, വിജയശ്രീ, CA അഖിൽകുമാർ, സൂര്യ ബിജു എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.